തെരുവുനായ ശല്യത്തിന് പരിഹാരമായില്ല. ചൊവ്വാഴ്ചയും തുറന്നു പ്രവർത്തിക്കാതെ ചൂണ്ടൽ ഗവൺമെന്റ് യു.പി. സ്കൂൾ. പട്ടി പ്രസവിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ചയും സ്കൂളിന് അവധി നൽകിയിരുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പട്ടികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വിഫലമായതോടെയാണ് ചൊവ്വാഴ്ചയും വിദ്യാലയത്തിന് അവധി നൽകിയത്. മേഖലയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ വിദ്യാലയത്തിലെ വിദ്യാർത്ഥി ഉൾപ്പെടെ 4 പേരെയാണ് തെരുവുനായ കടിച്ചത്. സ്കൂൾ പരിസരത്ത് അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന തെരുവുനായയാണ് ആളുകളെ ആക്രമിച്ചത്. തെരുവുനായയെ പിന്നീട് ചത്ത നിലയിൽ പരിസരത്ത് നിന്ന് കണ്ടെത്തുകയും പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ശനിയാഴ്ച സ്കൂളിലെ വാഹന ഷെഡിൽ പട്ടിയെയും പ്രസവിച്ച കുട്ടികളെയും കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പ്രധാന അധ്യാപിക തിങ്കളാഴ്ച അവധി നൽകിയിരുന്നു. പട്ടി പ്രസവിച്ച ശേഷം കൊണ്ടുവന്നിട്ട കുട്ടികളെ മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ കുഞ്ഞുങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച അധ്യയനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന PTA എക്സിക്യൂട്ടീവ് യോഗത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മുഴുവൻ പട്ടികളെയും പിടികൂടാതെ വിദ്യാലയം പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ ജീവന് ഭീഷണിയാകുമെന്ന് കണ്ടെത്തിയതോടെ ചൊവ്വാഴ്ചയും അവധി നൽകുകയായിരുന്നുവെന്ന് PTA പ്രസിഡന്റ് CD പരമേശ്വരൻ പറഞ്ഞു. യോഗ തീരുമാനപ്രകാരമാണ് അവധി കൊടുത്തത്. കാരണം പട്ടികളെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് കാലത്ത് തന്നെ പഞ്ചായത്ത് അധികൃതരും പട്ടിപിടുത്തക്കാരും വന്ന് 10ഓളം പട്ടികളെ പിടിച്ച് കൂട്ടിലടക്കുകയുണ്ടായി. സ്കൂളത്തെ ഇപ്പോഴത്തെ സ്ഥിതി പട്ടികൾ യാതൊരുവിധ ശല്യമില്ല. നാളെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. എന്നിരുന്നാലും വൈകുന്നേരം ഒരു PTA മീറ്റിംഗ് കൂടി അവസാന തീരുമാനത്തിൽ എത്താവുന്നതാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ഉറപ്പ് തന്നിട്ടുണ്ട്. നാളെ സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാവിധ പ്രൊട്ടക്ഷനും കുട്ടികൾക്കും ടീച്ചർമാർക്കും സ്കൂൾ തുറക്കുന്ന സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്യാനുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെ നാളെ സ്കൂൾ തുറക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ പട്ടികളെ പിടികൂടുന്നതിന് തുടക്കമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്നും മാറ്റിയ പട്ടിക്കുട്ടികളെയും ഷെൽട്ടറിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ വിദ്യാലയത്തിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന കളക്ടറേറ്റിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടൽ വില്ലേജ് ഓഫീസർ വിദ്യാലയത്തിലെത്തി വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. ബുധനാഴ്ച വിദ്യാലയം തുറന്നു പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും PTA കമ്മിറ്റിയും.